കർണാടകയിലെ ബിഡദിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ് അപകടം അട്ടിമറിയെന്ന സംശയം ബലപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് മുട്ടയുടെ അവശിഷ്ടം കണ്ടെത്തിയെന്ന് രക്ഷാപ്രവർത്തകർ. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇന്നും ഇന്നലെ തുടങ്ങിയൊരു കാര്യമില്ല. ഇതൊക്കെ കാലങ്ങൾക്ക് കുറെ മുന്നേ ഈ ഒരു സംഗതി കർണാടകയിൽ സംഭവിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഒരു KSRTCയിൽ അപകടം ഉണ്ടായി 2 ആൾ മരിച്ചതിന് ശേഷമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനൊരു സംഗതി കർണാടകയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായത്. ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഉണ്ടല്ലോ, എക്സ്പ്രസ് ഹൈവേ, വരുന്നതിൻ്റെ മുന്നേ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് എത്താൻ സിംഗിൾ ലൈൻ റോഡായി. ആ കാലത്ത് പല ലോറിക്കാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിക്കിന്. അന്ന് പുറത്ത് എത്തിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകേണ്ട മെയിൻ സ്ഥലങ്ങൾ എടക്കാന്ന് പറയും നിങ്ങൾക്ക്. ഒന്ന് ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ, 1 മാണ്ഡ്യ, 2 ശ്രീരംഗപട്ടണ, 3 രാമനഗര. ഈ 3 സ്ഥലം ഉണ്ടല്ലോ വെരി ഡേഞ്ചറാണ്. അവിടെ കുറേ ഗ്യാങ്ങുകളുണ്ട്. നമ്മളെ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ തിരുട്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് കള്ളന്മാരും പിടിച്ചുപറിക്കാരും ആയിരിക്കും. അതുപോലെ കുറച്ച് ഗ്യാങ്ങുകൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 സ്ഥലത്ത്, 3 സ്ഥലമല്ല, അറിയപ്പെടാത്ത സ്ഥലങ്ങൾ വേറെയുണ്ട്. ഈ 3 സ്ഥലത്തും അങ്ങനത്തെ ഗ്യാങ്ങുകൾ കുറേ ഉണ്ട്. ഓൾക്ക് ഒരു കണ്ടുചോരി ഉണ്ടാവില്ല. ഓൾ ചിലപ്പോൾ ആളെ പണിയൊക്കെ വരെ ചെയ്യും. ഒരുത്തനും ചോദിക്കാനും ഉണ്ടാവില്ല, ഒരു കേസും ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ കർണാടകക്കാരെ പറ്റിയിട്ട് ചെറിയൊരു തമാശ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് കോഴിക്കോടേക്കാണ് ലോഡ്. ബാംഗ്ലൂരിൽ നിന്ന് കയറ്റിയിട്ട് കോഴിക്കോടേക്ക് 2 ലോറി പോരുന്നുണ്ട്. അങ്ങനെ രാത്രി 7 മണി ആയിക്കിന് ഞങ്ങളവിടുന്ന് പോരുന്ന ലോഡൊക്കെ കയറ്റി പോരുന്നല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേനെ കയറിയില്ല. അതിൻ്റെ മുന്നേ സൈഡാക്കി നിർത്തി, ഒരു അത്യാവശ്യം ഒരു ഹള്ളിയാണ്, സൈഡാക്കി നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ചെറിയൊരു ഇറക്കമായുള്ളൊരു സ്ഥലമാണ്. ഇറക്കത്തിലാണ് ഈ തട്ടുകടി, ഒരു അത്യാവശ്യം ഒരാളൊക്കെ ഉള്ളൊരു അങ്ങാടി, വലിയൊരു അങ്ങാടി തന്നെ. അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുക. ഞങ്ങൾ 2 ലോറിക്കാർ 4 ആളുടെ മൊത്തട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരന് ഈ ഇറക്കത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് മറിഞ്ഞിട്ടേ, ഈ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് 2ഓ 3ഓ മറിച്ചിരിക്കണ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് നേരത്തെ കോൺക്രീറ്റ് മറ്റേ ധാർമെന്ന് തീപ്പൊരി ഇങ്ങനെ പാറുക. അങ്ങനെ ഈ ഓട്ടോറിക്ഷയിൽ പാസഞ്ചറൊന്നും ഇല്ല കേട്ടോ, ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഈ 2-3 മറിഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷ ഈ ഡ്രൈവർ പുറത്തേക്ക് വീണ് വയ്ക്കുന്നു. ഡ്രൈവറെ കാലുമ്പലാണ് ഈ ഓട്ടോറിക്ഷ ഉണ്ട്. അവിടെ കൂടി നിൽക്കണേ ഒരൊറ്റ കന്നഡിയന്മാരും തിരിഞ്ഞും കൂടെ നോക്കിയില്ല. ഓൻ അവിടെ കിടന്നിട്ട് ആ ഡ്രൈവർ നൊരൊളിക്കുക, ധാരെങ്കിലും ഒന്ന് പൊന്തിച്ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 4 ആളും മലയാളികൾ, ഞങ്ങൾ 4 ആളും കൂടെ പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പൊന്തിച്ച് നോക്കിയിട്ടേ വണ്ടി പൊന്തിരില്ല. അങ്ങനെ അവിടെ ഉള്ള ഒരു കർണാടകക്കാരൻ, അയാൾ ഒരു മനസ്സില്ലാത്ത മനസ്സോടെ അയാൾ വന്നിട്ട് ഞങ്ങൾ 5 ആളും കൂടെ ആ ഓട്ടോറിക്ഷ പൊന്തിച്ചും കഴിഞ്ഞ് ആ ഡ്രൈവറെ പുറത്തേക്ക് എടുത്ത് ഓട്ടോറിക്ഷ നൂർത്തി വെക്കുകയും ചെയ്ത്. ഓട്ടോറിക്ഷൻ്റെ മുകളിൽ ചെറിയ ചതക്കും കുടുക്കുമൊക്കെ ഉണ്ട്. ഈ ഡ്രൈവർ എന്താ ചെയ്താൽ നിങ്ങൾക്ക്, ഓൻ അതിനും വലിയ ഫ്രോഡാ. ഞങ്ങൾ ഇപ്പോഴും ആ കഥ പറഞ്ഞ് ചുരുക്കി. ഈ ഡ്രൈവർ ഈ ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവർ സീറ്റ് കാട്ടി കയറി വണ്ടി ഷാർട്ടാക്കൂടെ കണ്ടിട്ട് ഒറ്റ പോക്ക് പോണ് കണ്ടിക്കണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മളെന്ത് ചെയ്യൂ, ഒരു താങ്ക്സ് എന്തെങ്കിലും പറയൂലേ. ഈ ചങ്ങായി ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളെന്നെ ചോദിച്ചു, ഇവനെന്തൊരു മനുഷ്യനാന്നിട്ട് ഇത് പൊന്തിച്ചു കൊടുത്തിട്ട് വണ്ടി ചാട്ടാക്കി ഒരൊറ്റ പോക്ക. അതാണ് കർണാടകക്കാർ. തല്ല് വരെ കിട്ടിക്കഴിഞ്ഞാൽ പേരിന് കേരളക്കാരനൊരുത്തന് തല്ല് കർണാടകയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചേക്കാനും കൂടെ ഒരുത്തൻ വരില്ല. വരുന്നോല് കയറി അടിക്കും. അതാണ് കർണാടക. കർണാടകയുടെ എല്ലാ ഭാഗവും ഇല്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ നല്ല ആൾക്കാരുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഈ മറ്റേ അപകടം ഉണ്ടാകുന്ന ആ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാണ്ഡ്യ, ശ്രീരംഗപട്ടണമാണ് ഫസ്റ്റ് ടോൾ പാസ് വരുന്നത്. ഇത് മറ്റേ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ടോൾ പാസ് വരുന്നത് ശ്രീരംഗപട്ടണം തന്നെ. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ടോൾ പാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്യും, കേരള വണ്ടിക്കാർ സർവീസ് റോഡിലേക്ക് കയറും. സർവീസ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ
ഈ ഇതുപോലെ ഓരോ വിഷയങ്ങൾ സർവീസ് റോഡിനാണ് അധികം ഉണ്ടാകും. ഈ മുട്ടേറ് മാത്രമല്ല കേട്ടോ, അല്ലാതെ വാഹനം വന്നുകാനി ഉയർത്തും, കേരള വണ്ടിക്കാരനെ വന്ന് ഉയർത്തും, തട്ടിക്കും, എങ്ങനെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് ഈ കേരള വണ്ടിക്കാരൻ നിർത്തി കഴിഞ്ഞാൽ ഓൻ്റെ കൈമന്ന് എന്തൊക്കെ സാധനം കിട്ടുമോ അതൊക്കെ ഓല അടിച്ചു മാറ്റിക്കൊണ്ടു ഈ ഗ്യാങ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല, അവിടുത്തെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പോലീസുകാർ വരെ ഇവരെ ഗ്യാങ്ങിൻ്റെ ഒപ്പരുണ്ട്. കാരണം പോലീസുകാർക്ക് ചിക്കിലിട്ട കേസാണ്. മനസ്സിലായില്ലേ? നമ്മളെ കേരളം ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് പറഞ്ഞുള്ള മെയിൻ കാരണങ്ങൾ ഇതൊക്കെ കേട്ടോ. അതിനൊക്കെ ബെറ്റർ നമ്മളെ കേരളം തന്നെ. അങ്ങനത്തെ ഒരു സംഗതി നടക്കില്ല ഇവിടെ. അങ്ങനെ അപ്പോൾ ഇനി ഈ ഒരു ഹൈവേ റോബറിക്ക് ഉള്ള ഒരു സൊല്യൂഷന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്, കയ്യിലോ രാത്രി കാലങ്ങളിൽ ഈ ഞാൻ പറഞ്ഞ ഈ റൂട്ടിൽ സഞ്ചരിക്കാണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ അർജൻറ്റായി സഞ്ചരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഈ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ ഹൈവേ കയറി കഴിഞ്ഞാൽ ഹൈവേന്ന് പുറത്തിറങ്ങരുത്. ആ ഹൈവേയിൽ ബാംഗ്ലൂരിൻ്റെ അവസാനം വരെ എടക്കാണ പോട്ടി അവിടം വരെ ഈ ഹൈവേ പിടിച്ചിങ്ങനെ തന്നെ പോവുക.